ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു രഹസ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ തന്നെ ഇത് 5-6 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കുന്ന പരിപാടി അത്ര നല്ല സുഖമായിട്ട് തോന്നുന്നില്ല. ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയതിനെ കൊണ്ട് വീഡിയോൻ്റെ കൂടെ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. ഇനി മുതൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിവേ ഇന്ന് വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എന്താ അറിയോ, എനിക്കില്ലേ ലോങ് ഹെയർ ഉണ്ടായതിനെ കൊണ്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജെനറ്റിക്കലി അത് അങ്ങനെയാണ്. പിന്നെ ഞാനും ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള മുടി ഉണ്ടായിരുന്നു. മുടി നല്ലതായിട്ട് നോക്കുമായിരുന്നു. പക്ഷേ സ്കിൻ കെയറിന് എന്തോ ഭയങ്കര അലർജി ആയിരുന്നു കേട്ടോ. പൊതുവെ അതിനോടൊരു താല്പര്യക്കുറവ്. എന്താ അറിയില്ല, അങ്ങനെ ശ്രദ്ധിക്കുകയില്ല, അങ്ങനെ ഒരുപാട് ഒരുങ്ങുന്ന അങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ട് ഡാഡി എപ്പോഴും പറയുമായിരുന്നു, മാതാവിന് പുട്ടില്ലല്ലോ, അല്ലെങ്കിൽ മാതാവ് കാത് കുത്തിയിട്ടില്ലല്ലോ, അപ്പോൾ നീയും കുത്തണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്നും ചെയ്യുമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. കൃത്യമായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാം അല്ലെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി നടക്കുക, ഇതൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്ന ആളല്ല ഞാൻ ഒരു സമയം വരെ. അപ്പോൾ അങ്ങനെയാണ് ഒരു സുപ്രധാന നിമിഷത്തിൽ ജോലി കിട്ടി ഞാൻ തമിഴ്നാട്ടിലോട്ട് പോവാണ്. അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിഷ്ണുപ്രിയ എന്നാണ് പേര്. പുള്ളിക്കാരത്തി ഞാനും ഒരു റൂംമേറ്റ് ആയിരുന്നു. ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അറിയാലോ, ഞാനിങ്ങനെ ഫുൾ ടൈം ഭയങ്കര ടോക്കറ്റീവാണ്. ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കും. എൻ്റെ കംഫർട്ട് സോണിലാണെങ്കിൽ കേട്ടോ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ചേരാത്തൊരു കാര്യം എന്താ പറയുക, പുള്ളിക്കാരത്തേക്ക് കൊറിയൻ ഡ്രാമാസ് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കണ്ടുവിടുന്ന അതങ്ങ് കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൾ ഈ സമയത്താണ് ഈവൻ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ നോക്കിയിരുന്നത്, നല്ലതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാട്ടോ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കങ്ങോട്ട് ഭയങ്കര ശ്വാസം മുട്ടലാണ്. ഇവള് ഈ പാക്ക് ഇട്ടുകൊണ്ടിരുന്ന പിന്നെ മിണ്ടില്ല. അപ്പോൾ അത്രയും സമയം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കങ്ങ് ഗിലുള്ളൊരു സാധനമാണ്, ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാം, അല്ലാതെ അത് ഇട്ടില്ല അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക അങ്ങനെ എനിക്ക് പറ്റിയില്ല. അവസാനം ഞാൻ വിചാരിച്ചു ഞാനും കൂടി ഫേസ് പാക്ക് ഇടാം. ഒന്നില്ലെങ്കിൽ നമ്മളിലേക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് പോകണമല്ലോ, എന്നാലല്ലേ അതൊന്ന് സെറ്റ് ആവുള്ളൂ. സോ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു ഞാനും ഫേസ് പാക്ക് ഇടാം. വേറെ നിവർത്തിയില്ല. അപ്പം അത്ര നേരം നിവർത്തിയിടുണ്ടെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ. പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ശരിക്കും എൻ്റെ സ്കിന്നിൽ എന്തൊക്കെ കുറവുകളുണ്ട്, നമ്മളങ്ങനെ നോക്കാതിരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരണം കേട്ടോ. സോ അന്ന് തൊട്ട് ഏതാണ്ട് ഒരു 1 year ആയിട്ടുണ്ടാകും. അന്ന് തൊട്ട് ഞാൻ ആദ്യം ഒരു തമാശയ്ക്ക് മിണ്ടാതിരിക്കാൻ തുടങ്ങിയതാണെങ്കിൽ പോലും പിന്നീട് അതെൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടോ. പിന്നെ പാക്ക് ഇടാത്തൊരു ദിവസമേ ഉണ്ടായിരുന്നില്ല. ഇന്നും ഇത് ഞാൻ ചെയ്യുമായിരുന്നു. അത്രയും നല്ല റിസൾട്ട് കിട്ടിയ കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ക്യാമിൽ കാണുമ്പോൾ അറിയാലോ, എന്തായാലും ഒരു ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൽ വരും. ആ രീതിയിലായിരിക്കും അത് പോണത്. പക്ഷെ നേരെ കാണുമ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ശരിക്കും ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു, അതിൻ്റെ മാർക്ക് ഉണ്ടായിരുന്നു, കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിത് ഉപയോഗിച്ച് തുടങ്ങിയോ നല്ല റിസൾട്ടാണ് അത് വന്നിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത് ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ എം ടെല്ലിങ് സൂപ്പറാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈവൻ ഞാൻ ഇപ്പം ഇത് പറയാൻ കാര്യം എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ നാട് വിട്ട് മാൽഡീവ്സിലേക്ക് വന്ന സമയത്തും ഞാൻ ബാഗ് പാക്ക് ചെയ്തപ്പോൾ എടുത്തു വെച്ചൊരു സാധനം ഈ ഒരു പാക്ക് തന്നെയാണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. പക്ഷെ ഇവിടെ കേട് കിട്ടില്ലായിരുന്നു കേട്ടോ. കേടും കറുത്ത എള്ളുമാണ് നമുക്കിതിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ കേട് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കേടൊക്കെ ബോട്ടിലാക്കി കൊണ്ടുവന്ന് ബാക്കി ഓരോ ഒഴിച്ചൊക്കെയാണ് കറക്റ്റ് ചെയ്തത്. സോ ഇങ്ങനെയാണ് ഞാനിവിടെ ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5-6 മാസമായിട്ടാണ്. അന്ന് കൊണ്ടുവന്ന കേടിൻ്റെ ബാക്കിയാണ്. ആക്ച്വലി ഇത് കഴിക്കാനായിട്ട് കൊള്ളുമോ എനിക്കറിയില്ല. ഇത്രയും നാൾ ഇരുന്ന് ഞാൻ വന്ന സമയത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാനൊന്നും പറ്റാതെ ലാസ്റ്റ് ഈ ഒരു ഇതിൽ ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ എള്ള് പൊടിച്ചാണ് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇത് രണ്ടും കൂടി ഒന്നും ചെയ്യേണ്ട, ചുമ്മാ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഈ സംഭവം കിട്ടും. കാണാനല്ലേ, ഇതാണ് എൻ്റെ ഒരു ഫോം. ഒന്നും ചെയ്യേണ്ട, മുഖം നന്നായിട്ട് കഴുകുക, ഇതങ്ങ് വരട്ടുക. ഒരു 10 മിനിറ്റൊക്കെ ധാരാളമായിട്ട് നല്ലതായിട്ട് ഇതങ്ങ് ഡ്രൈ ആകും. ഇതിപ്പോൾ ഫേസിൽ മാത്രം നല്ല, ഈവൻ നമ്മൾ സൺ ടാൻ അടിച്ചാൽ വേറെ എന്തെങ്കിലും മാർക്ക്, എന്തെങ്കിലും ഒരു കളർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. വിത്തിൻ 3 or 4 days ഷുവറായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ എനിക്കിതില്ലാതെ പറ്റാത്ത അവസ്ഥയായിട്ട് അന്ന് തൊട്ട് സ്റ്റിൽ ഇന്ന് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. 100% നാച്ചുറലാണ്, ചീപ്പാണ് എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലൊരു
ഇങ്ങനെ ഒരു എന്താ ടൈറ്റ് ചെയ്തുള്ള ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം 1.5 ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം. ഈവൻ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോയാൽ പോലും തിരിച്ചു വരുമ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാട്ടോ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ലെമൺ ജ്യൂസ് വേറെന്താ അങ്ങനെ ചില സാധനങ്ങളൊന്നും സെറ്റ് ആവണ്ടായിരുന്നില്ല. പക്ഷേ കേട് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഓക്കെ ആണെങ്കിൽ ഇതും ഓക്കെ ആയിരിക്കും. അല്ലാത്തവരാണെങ്കിൽ ഈവൻ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് കംഫർട്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ് ചെയ്യണമെങ്കിലും ആ ഒരു ഒറ്റ സാധനം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാനിത് പറയണത് വെളുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല കേട്ടോ, ഫേസ് ക്ലിയർ ആയിട്ടിരിക്കുക എന്നുള്ളത്. ഞാനും അതിനെയാണ് ഫോക്കസ് ചെയ്യണത്. ഇങ്ങനെ കളർ ടോൺ അങ്ങനെയല്ല, അത്യാവശ്യം വൃത്തിയായിരിക്കുക. അതായത് ഇപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. ചിലവർ നല്ലതായിട്ട് മേക്കപ്പ് ചെയ്ത് പോകും, ചിലരൊന്നും ചെയ്യാതെ പോകും, പൊട്ട് മാത്രം കണ്ണെഴുതി അങ്ങനെയൊക്കെ. അത് അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, പിന്നെ അതിനോടൊരു ഇഷ്ടവും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ പോലും പെട്ടെന്ന് എടുത്ത് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും വേണ്ട. തിരിച്ചു വരുമ്പോൾ 100% നാച്ചുറലായ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ എല്ലാത്തരം സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ്. സോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.